സിറോ മലബാർ സഭ കുർബാന തർക്കത്തിൽ ഫാദർ തരിയൻ ഞാളിയന് പോലീസ് സംരക്ഷണം നൽകാൻ ഹൈക്കോടതി ഉത്തരവ്. സെന്റ് മേരീസ് ബസിലിക്കയിലെ വികാരിയായി പ്രവർത്തിക്കുന്നതിനാണ് പോലീസ് സംരക്ഷണം തേടിയത്. അതേസമയം വിമത വിഭാഗത്തിന്റെ എതിർപ്പിനെ തുടർന്ന് ഫാദർ തരിയൻ ഞാളിയന് ഇതുവരെ സ്ഥാനം ഏറ്റെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. കൊച്ചിയിൽ നിന്ന് ആസിഫ് മുഹമ്മദ് ചേരുന്നു. ആസിഫ്, ഏതായാലും പോലീസ് സംരക്ഷണം ഉറപ്പാക്കുകയാണ്. എന്നു മുതൽ ഇദ്ദേഹത്തിന് പോലീസ് സംരക്ഷണം നൽകാനാണ് ഇപ്പോൾ തീരുമാനമുണ്ടായിരിക്കുന്നത്? ലക്ഷ്മി പത്മ, ഇന്നു മുതൽ തന്നെ അദ്ദേഹത്തിന് പോലീസ് സംരക്ഷണം നൽകാനാണ് കോടതി ഉത്തരവിട്ടുള്ളത്. സ്വാഭാവികമായും സിറോ മലബാർ സഭയിലെ കുർബാന തർക്കം അത് പുതിയ വഴിയിലേക്ക് കടക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. നമുക്കറിയാം, ഏകദേശം ഒരു വർഷത്തിലധികമായി ഇദ്ദേഹത്തെ ഇപ്പോൾ എറണാകുളം സെന്റ് മേരീസ് ബസിലിക്കയുടെ വികാരിയായി നിയമിച്ചിട്ടുള്ളത്. പക്ഷേ വിമത വിഭാഗത്തിന്റെ എതിർപ്പിനെ തുടർന്ന് അദ്ദേഹത്തിന് ഇപ്പോഴും വികാരിയായി സ്ഥാനം ഏറ്റെടുക്കാനോ മറ്റോ കഴിഞ്ഞിട്ടില്ല. കാരണം കഴിഞ്ഞ ദിവസം ആർച്ച് ബിഷപ്പായ റാഫേൽ തട്ടിൽ തന്നെ നിലവിൽ അവിടെ വികാരിയായി തുടരുന്നു. അതായത് സഭാ നേതൃത്വം ഔദ്യോഗികമായി വികാരി സ്ഥാനത്ത് നിന്ന് മാറ്റി സ്ഥലം മാറ്റം നൽകിയ വർഗീസ് മണവാളൻ അദ്ദേഹം ഇപ്പോഴും ബസിലിക്കയിൽ തന്നെ തുടരുന്ന സാഹചര്യമുണ്ട്. ഈ സാഹചര്യം ചൂണ്ടിക്കാട്ടി അദ്ദേഹത്തിനോട് എത്രയും പെട്ടെന്ന് ബസിലിക്ക ഒഴിയണം എന്നുള്ള കാര്യമടക്കം റാഫേൽ തട്ടിൽ തന്നെ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയതാണ്. പക്ഷേ വലിയ പ്രതിഷേധമാണ് വിമത വിഭാഗം വൈദികരുടെയും വിശ്വാസികളുടെയും ഭാഗത്തു നിന്ന് കഴിഞ്ഞ ദിവസം ഉണ്ടാവുകയും ചെയ്തത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഹൈക്കോടതി ഉത്തരവ് എന്നുള്ളതുമുണ്ട്. തരിയൻ ഞാളിയന് ഈ വൈദികൻ എന്ന നിലയിൽ, അതായത് സെന്റ് മേരീസ് ബസിലിക്കയുടെ സ്ഥാനമുള്ള വൈദികൻ എന്ന നിലയിൽ അദ്ദേഹത്തിന് സംരക്ഷണം നൽകാനും അദ്ദേഹത്തിന് ആ സ്ഥാനം നിറവേറ്റാനുമുള്ള സംരക്ഷണം നൽകാനുള്ള തീരുമാനം, അല്ലെങ്കിൽ അതിന് പോലീസ് സംരക്ഷണം വേണമെന്നായിരുന്നു അദ്ദേഹം ആവശ്യപ്പെട്ടത്. അതിപ്പോൾ നൽകാൻ ഹൈക്കോടതിയിൽ തീരുമാനമായിരിക്കുകയാണ്. സ്വാഭാവികമായും അത്തരത്തിൽ പോലീസ് സംരക്ഷണയിൽ അദ്ദേഹം ബസിലിക്കയിലേക്ക് വരാനും വികാരിയായി സ്ഥാനം ഏറ്റെടുക്കാനുമുള്ള ശ്രമം തുടർന്നാൽ അത് പതിവ് പോലെ അല്ലെങ്കിൽ മുൻകാലത്തിനുണ്ടായിരുന്ന പോലെ വലിയ സംഘർഷത്തിലേക്ക് നീങ്ങുമെന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം കഴിഞ്ഞ ദിവസമാണ് ഇതുമായി ബന്ധപ്പെട്ട ആർച്ച് ബിഷപ്പിന്റെ ഈ ഒരു അന്തിമ ശാസ്ത്രം തന്നെ തള്ളിക്കൊണ്ട് വിമത വിഭാഗം വൈദികരും വിശ്വാസികളും രംഗത്തെത്തിയ സാഹചര്യം. അതുകൊണ്ട് ഈ കുർബാന തർക്കം അത് വീണ്ടും കൂടുതൽ രൂക്ഷമാകുന്നതിലേക്ക് കാര്യങ്ങൾ പോകാനുള്ള സാധ്യത തന്നെയാണ് നിലനിൽക്കുന്നത്. ലക്ഷ്മി, കൊച്ചിയിൽ നിന്ന് ആസിഫ് മുഹമ്മദാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഇപ്പോൾ